എല്ലാവർക്കും നമസ്കാരം. എന്നെ ജോബ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്ത ആപ്പ് എന്ന് പറയുന്നത് അത് ഇൻഡീഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങളൊരു ജോബ് നോക്കണ ആളാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് തരുന്നതും ഇൻഡീഡ് ആപ്പ് തന്നെയായിരിക്കും. കാരണം അത് യൂസ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. നമുക്കത്ര എഡ്യൂക്കേറ്റഡ് ആവണമെന്നൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും അത് ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതെങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം നിങ്ങൾ ആപ്പ് സ്റ്റോറിലോ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലോ കയറിയിട്ട് നിങ്ങൾ ഇൻഡീഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഞാനിവിടെ കാണിക്കുന്നുണ്ട്, അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ്. അപ്പോൾ അത് ചെറുതായിട്ടേ കാണത്തുള്ളൂ. ഡൗൺലോഡ് ചെയ്ത ശേഷം പിന്നെ അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും. ആദ്യം ഇംഗ്ലീഷൊക്കെ ലാംഗ്വേജൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വരിക ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ളതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ആപ്പ് എടുക്കുന്നതെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ക്രിയേറ്റ് അക്കൗണ്ടിൽ കൊടുത്തിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യണം. നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ജോബ് ബോർഡിലോട്ട് പോവാം. ഞാനിവിടെ ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ സൈൻ ഇൻ ആണ് കൊടുക്കുന്നത്. സൈൻ ഇൻ ഓപ്ഷൻ കൊടുത്തിട്ട് എങ്ങോട്ട് പോവും, നമ്മൾ ഡയറക്റ്റ്ലി ജോബ് ബോർഡിലോട്ട് പോവും. അതിന് മുന്നേ 1-2 ഇങ്ങനെ ഓപ്ഷൻസൊക്കെ വരും. നിങ്ങൾക്ക് എത്രയാണ്, ഞാനിത് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മളുടെ എത്രയാണ് സാലറി നമ്മൾ നോക്കുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരും. അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു നല്ല ചെറിയ കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കാണാം ഇതുപോലത്തെ ജോബ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഭാഗത്തോട്ട് നമ്മൾ പോവാം. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് ജോബുകൾ കാണാനായിട്ട് പറ്റും. നിങ്ങൾ ആരും ആയിക്കോട്ടെ, സ്ത്രീയോ പുരുഷനോ, ഈ പാർട്ട് ടൈം ജോബ് നോക്കുന്ന ആളോ, വർക്ക് ഫ്രം ഹോം നോക്കുന്ന ആളാണോ, അല്ലെങ്കിൽ ഫുൾ ടൈം ജോബ് നോക്കുന്ന ആളാണോ, നമുക്ക് എല്ലാവർക്കും പറ്റിയ ജോബ് ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പം നിങ്ങൾ വീട്ടിലിരുന്നൊക്കെ ജോബ് നോക്കുന്ന അമ്മമാരോ ലേഡീസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഇഷ്ടം പോലെ വർക്ക് ഫ്രം ഹോം ജോബ്സ് കാണും കേട്ടോ. എന്താണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇൻഡീഡിൽ ആ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോവുക. അവിടെ കണ്ടോ വർക്ക് ഫ്രം ഹോം എന്ന് സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് എവിടെയാണോ, അതിപ്പോൾ ഏത് ഡിസ്ട്രിക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് കേരള എന്ന് പറഞ്ഞ് മൊത്തം നോക്കുന്നു. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, കേരളത്തിൽ മാത്രമാണോ നോക്കുന്നതെന്ന് പറയാം. അത് ഓക്കെ കൊടുക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, അപ്പോൾ നമുക്കിതേ കേരളത്തിലുള്ള എല്ലാ വർക്ക് ഫ്രം ഹോം ജോബുകളും കാണാനായിട്ട് പറ്റും. അതിൻ്റെ താഴെ തന്നെ അവിടെ എന്നാണ് പോസ്റ്റ് ചെയ്തതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിത് ഇവിടെ ഒരെണ്ണം ടച്ച് ചെയ്തിട്ടുണ്ട്. ഒരു വോയിസ് പ്രോസസ്സാണ് മലയാളത്തിൻ്റെ. അതൊരു ജോബാണ്, വർക്ക് ഫ്രം ഹോം ജോബാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കണ്ടോ ഫുൾ ജോബ് ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇതേ കൊടുത്തിട്ടുണ്ട്. ഇനി ഡിഗ്രി എന്നൊക്കെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. സാലറി അവിടെ കൊടുത്തിട്ടുണ്ട്. 10,000 രൂപയാണ് വർക്ക് ഫ്രം ഹോമിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമ്മളുടെ CV എല്ലാം ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് കൂടുതൽ പ്രോസസ്സുകളൊന്നും ഇല്ല. ഡയറക്റ്റ്ലി ജോബ് എടുക്കുന്നു, അത് ഇങ്ങനെ അപ്ലൈ ചെയ്യുക. സബ്മിറ്റ് യുവർ അപ്ലിക്കേഷൻ എന്ന് കൊടുക്കുന്നു, കഴിഞ്ഞു. അത്രേ ഉള്ളൂ. യുവർ അപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ്. പിന്നെ നമുക്ക് അവിടെ നിന്ന് കോൾസ് വരും. ഇപ്പോൾ ചിലതിൽ നമുക്കിവിടെ അവർ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണെങ്കിൽ ആ നമ്പർ എടുത്ത് നമ്മൾ വിളിക്കുക. ഇതിപ്പോൾ ഞാൻ ലൊക്കേഷനാണ് കേട്ടോ, ഇപ്പോൾ കേരളയാണല്ലോ നോക്കി. ഇനിയിപ്പോൾ നിങ്ങൾ സ്പെസിഫിക്കായിട്ട് നിങ്ങൾക്കൊരു ജില്ലയത്തെ വേണമെങ്കിൽ അതും നിങ്ങൾക്ക് ആ ജില്ല കൊടുത്ത് സെലക്ട് ചെയ്യാം. എറണാകുളം വേണോ, ഇടുക്കിയത്തെ മാത്രമാണോ നിങ്ങൾക്ക് അറിയേണ്ടത്, അതല്ല നിങ്ങളുടെ അടുത്തുള്ള ലൊക്കേഷൻ ആണെങ്കിൽ ആ ലൊക്കേഷൻ കൊടുക്കുക. അവിടെ വല്ലതുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ലേഡീസ് വീട്ടിലിരുന്ന് ജോബ് നോക്കുന്നവരാണെങ്കിൽ ഇതേ സ്റ്റുഡൻറ്റ് കൗൺസിലർ പോലത്തെ ഒരുപാട് ജോബ് ഓപ്ഷൻസ് എന്തിലുണ്ടായിരിക്കും, ഇൻഡീഡ് ആപ്പിലുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ചുറ്റും ഇഷ്ടം പോലെ ജോബുണ്ട്. നിങ്ങൾ ഈ ആപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ പറയുകയാണ്, നിങ്ങൾ കൂടുതലൊന്നും വേണ്ട, ഈ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കിട്ടാനുള്ള ജോബുകളൊക്കെ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഞാൻ സേവ് ചെയ്ത് വെച്ച ജോബുകളാണ് ഈ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു ജോബ് ഇപ്പോൾ അപ്ലൈ ചെയ്യേണ്ട, പിന്നെ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സേവ് ചെയ്ത് കൊടുക്കാം. പിന്നെ അപ്ലൈഡാണ് ഈ കാണിക്കുന്നത്. ഇതൊക്കെ ഞാൻ അപ്ലൈ ചെയ്ത ജോബുകളാണ്. പിന്നെ ഇൻ്റർവ്യൂസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു ഓപ്ഷനിൽ കാണാൻ പറ്റും. അങ്ങനെയാണ്. പിന്നെ അതിൻ്റെ താഴെ മൈ ജോബ്സിലാണ് ഇപ്പോൾ ഇതൊക്കെ കാണുന്നത്. മെസ്സേജസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള മെസ്സേജസുകൾ കാണാൻ പറ്റും. ചിലപ്പോൾ ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തുകൊണ്ടുള്ള മെസ്സേജസൊക്കെയാണ് ഈ പാർട്ടിൽ വരിക. ചിലപ്പോൾ കോളായിരിക്കും വരിക, അല്ലെങ്കിൽ ഇതുപോലെ മെസ്സേജസ് വരും. അത് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ആപ്പിനെ കുറിച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങളെ ഫേക്ക് ജോബ്സ് ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കണം. അങ്ങനെ അധികം ഫേക്കുകളൊന്നും എനിക്ക് അതിൽ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വരുന്നത് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ആക്റ്റീവായിട്ടിരിക്കുക ഇതിൽ.
എപ്പോഴും അപ്ലൈ ചെയ്യുക, കോൾസ് വരുന്നുണ്ടോ നോക്കുക, മെസ്സേജസ് ചെക്ക് ചെയ്യുക, മെയിൽസ് വേണമെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാം. ഇതുപോലത്തെ റെക്കമെൻഡേഷൻസ് അങ്ങനെയൊക്കെ ചെയ്യാം. ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.